ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ക്രാഫ്റ്റ്, സ്റ്റിച്ചിങ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടിപ്സുകൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പട്ടുപാവാടയൊക്കെ തയ്ക്കില്ലേ, വലിയ ഞൊറിയിട്ട് അങ്ങനെ തയ്ക്കുന്ന സ്കേർട്ട് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പുതുതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ഉപകാരമാകും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു പട്ടുപാവാട തയ്ക്കുമ്പം ഓരോ ഇഞ്ച് സൈഡിൽ വിടും. നമ്മുടെ വണ്ണത്തിനേക്കാളും ഓരോ ഇഞ്ച് സൈഡിൽ വിട്ടിട്ട് 3 ഇരട്ടി തുണി എടുക്കാനാണ് പറയുക. ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3.5 ഇരട്ടി തുണി എടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള പട്ടുപാവാട നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ തുടക്കക്കാർക്ക് ഞൊറിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിനാണ്. കാണത്തില്ലേ, ഇതിപ്പം ഞാൻ 1 ഇഞ്ച് വീതിയുള്ള ഞൊറിയാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാനത് 3.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ തുടക്കക്കാർക്ക് നല്ല എളുപ്പമാണ്. ഇവിടെ ഒരു ലൈൻ ഉണ്ട്, കാണത്തില്ലേ? ഇതിന്റെ 1 ഇഞ്ച് വിട്ടേക്കുകയാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മടക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇവിടെ ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്തി, അതിനുശേഷം ഇവിടെ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് ഈ വരയുണ്ടല്ലോ, ഈ വര ഇവിടെ 1 ഇഞ്ച് വിട്ട വര, ആ വര ഈ 3.5 ഇഞ്ച് വിട്ടയിലേക്ക് ഇങ്ങനെ വെക്കുവാണെങ്കിൽ, അതായത് 1 ഇഞ്ച് വിട്ട വര 3.5 ഇഞ്ചിലേക്ക് ഇതാ ഇതുപോലെ വെച്ചിട്ട് ഒരു മുട്ടുസൂചി കുത്തുക. ഇങ്ങനെ കുത്തുവാണെങ്കിൽ എല്ലാ ഞൊറിയും ഇതുപോലെ ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്ത വരച്ചവിടത്തുനിന്ന് 1 ഇഞ്ച് മാറിയൊരു വര വരച്ചിട്ടുണ്ട്, 3.5 ഇഞ്ച് മാറിയൊരു വര വരച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഈ 1 ഇഞ്ച് മാറി വരയ്ക്കുന്ന ആ വര ഈ 3.5 ഇഞ്ച് മാറി വരയ്ക്കുന്ന വരയിലേക്ക് വെച്ചിട്ട് മുട്ടുസൂചി കുത്തിയിട്ട് തയ്ക്കുവാണെങ്കിൽ പുതുതായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്ക്, എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ പുതുതായിട്ട് തയ്യൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഞൊറിയൊന്നും ഒപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല. അവർക്ക് ഈ രീതി ചെയ്യുവാണെങ്കിൽ വളരെ നീറ്റായിട്ടുള്ളൊരു സ്കേർട്ട് കിട്ടും. അതുപോലെ നല്ല വട്ടം ഉണ്ടായിരിക്കുകയും ചെയ്യും അങ്ങനെ എടുക്കുമ്പോൾ. അപ്പൊ ശരി, പുതിയൊരു ടിപ്സുമായിട്ട് അടുത്ത ദിവസം കാണാം.